ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരോണ്ടിക്കീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി സ്കോഡയുടെ ഒരു വണ്ടിയാണ് കേട്ടോ ഗായ്സ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും വണ്ടി പണിഞ്ഞ് കഴിഞ്ഞിട്ട് കാണാം. അല്ല സോറി ഗായ്സ്, പണിഞ്ഞ് കഴിഞ്ഞിട്ടല്ല, ഗ്യാരേജിലെത്തിയിട്ട് കാണാം. മാറിപ്പോയി ഗായ്സ്. അങ്ങനെ ഇതാണ് നമ്മുടെ വണ്ടി, സ്കോഡയുടെ ഒരു വണ്ടിയാണ്. നമുക്ക് എന്തായാലും പണിയിലേക്ക് കിടക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വണ്ടിയിൽ ആഡ് ചെയ്തു. ആദ്യം തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ബ്രേക്ക് ലൈറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു രീതി ആക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ അലോയിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു അലോയി നല്ല രസമുണ്ടല്ലോ. ആദ്യം തന്നെ കിട്ടിയ ഒരു അലോയി അടിപൊളിയായിട്ടുണ്ട്. ഈ അലോയി ഇടാം കേട്ടോ. നമുക്ക് ബ്ലാക്ക് അലോയി ഇടാം. അടുത്ത നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്, അടുത്ത നമ്മുടെ പണി എന്താ വെച്ചാൽ നമ്മുടെ ബേക്കിലൊരു സാധനം, എന്തെങ്കിലും ഒരു സ്പോയിലറുമായിട്ട് സാധനം കൊടുക്കണം. സ്പോയിലർ വരെ വരുന്നുണ്ട്. ഇതെന്താ റൂഫിലുള്ള എന്താണ്, നമുക്ക് സ്പോയിലർ ഇത് നമുക്ക് നോക്കട്ടെ. ഒരു ബ്ലാക്ക് സ്പോയിലർ ശരിക്കുന്നത്. ഇത്ര വലുത് വേണ്ട കേട്ടോ, ചെറുത് മതി. ഇത് ചെറുതൊന്നും ഇല്ല, ഉള്ളതെല്ലാം വലുതേ ഉള്ളൂ. ഇതിനേക്കാൾ നല്ല സ്പോയിലർ ഇല്ലാതിരിക്കുക. സ്പോയിലർ വേണ്ട ഗൈസ്. നമുക്ക് ഫ്രണ്ടിലത്തെ ഇതൊന്നും ചെയ്യാനില്ല. നമ്മൾ വണ്ടിയുടെ ഫുൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സാധനമാണ്, നമ്മുടെ പെയിൻറ്റിങ്ങിലാണ്. പെയിൻറ്റിങ്ങിലേക്ക് നമുക്കിനി കിടക്കാം. നമുക്ക് നമ്മുടെ ഹെഡ്ലൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുത്താലോ? സോറി, ഹെഡ്ലൈറ്റ് അല്ല, നമ്മുടെ സൈഡ് മിറർ ബ്ലാക്ക് ആക്കി നമുക്ക് റൂഫും ബ്ലാക്ക് ആക്കാം. നമുക്ക് നമ്മുടെ ബേക്കിൻ്റെ റൂഫിലെ ഒരു സ്പോയിലർ വരച്ചതല്ല, അതും ബ്ലാക്ക് ആക്കി. കുറച്ച് കട്ടിയുള്ള ബ്ലാക്ക് ആക്കി കേട്ടോ. നമുക്ക് ലൈറ്റ് നമുക്ക് ഗ്രീൻ ഷെയ്ഡൊക്കെ കൊടുക്കാം. ഗ്രീൻ വരത്തെ ഷെയ്ഡ് കൊടുക്കാം. സൈഡിലായിട്ട് കേട്ടോ അത് വരാൻ തോന്നും. നമുക്ക് ബ്രേക്ക് ലൈറ്റ് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. ബ്രേക്ക് ലൈറ്റ് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു എന്താ നമ്മൾ വെച്ചത് കേട്ടോ ഗൈസ്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്, ഇത്രയൊക്കെ നമുക്ക് പെയിൻറ്റിങ് നോക്കട്ടെ. ഇല്ല, ഇത്രയൊക്കെ നമുക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വണ്ടിയുടെ സസ്പെൻഷൻ ഒന്ന് ലോ താത്തി ലൈറ്റ് കൊണ്ടിട്ട്
ആ ഗൈസ് അത് എനിക്കൊരു കാള് വന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തത്. ഇനി നമുക്ക് ടയറിൻ്റെ ഭാഗത്തേക്ക് ചെന്നാൽ ടയർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുള്ള കേട്ടോ, വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് കേട്ടോ. പോയോ ടയർ ഗൈസ്? ടയറിന് 100 ജന്മം കേട്ടോ ഗൈസ്. ടയർ എന്ന് പറഞ്ഞപ്പോൾ ടയർ പോയി, അങ്ങനെ പറയാം. 100 ജന്മമൊന്നും പറയില്ല, എന്തെങ്കിലും ആവട്ടെ ഗൈസ്. ആകെ പോയി, കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഭയങ്കര വൃത്തികേടായിപ്പോയി. ഇത് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നൊന്ന് പറഞ്ഞുതരാം. അതൊന്നും നമ്മൾ വണ്ടിയുടെ അലോയ് ചേഞ്ച് ചെയ്തു, പിന്നെ വണ്ടിയുടെ സൈഡ് മിറർ ചേഞ്ച് ചെയ്യാൻ പോയി, പക്ഷേ ചേഞ്ച് ചെയ്തില്ല. റൂഫിൽ സ്പോയിലർ ചേഞ്ച് ചെയ്തു, പിന്നെ ബ്രേക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്തു. പിന്നെ വണ്ടിയിൽ ഇത്ര നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഗൈസ്. നമ്മൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ ഈ വണ്ടിയിൽ, ഇത് ചെയ്യാനേ പറ്റുള്ളൂ ഗൈസ്. ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഈ വണ്ടി ഒരു കുഴപ്പമില്ലാത്ത ലുക്കായി. നമ്മൾ പിന്നെ ബ്ലാക്ക് അലോയ് ആട്ടോ കയറ്റിയത്. പിന്നെ ലൈറ്റ്, ഫ്രണ്ടിലത്തെ ലൈറ്റൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തു, അടിപൊളിയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറുകൾ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഇത്രയും പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾ ആരും കമൻറ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതാണെന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുള്ളൂ. എങ്ങാനും ഈ ഇതിനകത്ത് ഇല്ലെങ്കിൽ ആ കാറിൻ്റെ കമ്പനിയിലുള്ള ഏതെങ്കിലും ഒരു കാർ നമുക്ക് എടുക്കാം, കമ്പനി ഉണ്ടെങ്കിൽ കേട്ടോ. ഇത് രണ്ടും ഇല്ലെങ്കിൽ, കാറും ഇല്ലെങ്കിൽ കമ്പനിയും ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കാറിൻ്റെ പേര് പറയാം, അപ്പോൾ കാർ ഉണ്ടെങ്കിൽ നമ്മൾ അതെടുക്കും, ഇല്ലെങ്കിൽ ആ കാറിൻ്റെ കമ്പനിയിൽ നമ്മൾ ഏതെങ്കിലും കാർ എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ ഗായ്സ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗായ്സ്, ബൈ.